മേപ്പാടി ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുകയാണ്. പല ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് പലരായിട്ട് നടത്തുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർ രക്ഷാപ്രവർത്തനം നടത്തി തങ്ങളാൽ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ ഈ ചൂരൽമലയിൽ കുറച്ച് മാലിന്യങ്ങൾ പെറുക്കി അത് സുരക്ഷിതമായി മാറ്റി വെക്കുന്ന രണ്ട് അമ്മച്ചിമാരെ കണ്ടത്. ഇവർ അമ്മച്ചി ഈ നാട്ടിൽ ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ ഇവിടെ ജനിച്ച് വളരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. മരിച്ചവരും പോയവരും വന്നവരും ഈ 4 ഡിവിഷൻ ഇവിടെ ചൂരന്മല, അട്ടമല, പുത്തുമല ഈ എല്ലാവരും ഞങ്ങൾക്കറിയാം. എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുള്ള ആൾക്കാരാണ്. അടുത്ത ആൾക്കാരാണ്. പിന്നെ ബന്ധുക്കാർ പോയിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഈ വന്ന ആൾക്കാർ മാത്രം പുറത്തുള്ളവരെ ഞങ്ങൾക്ക് പറയുന്നുള്ളൂ. ബാക്കി മുഴുവൻ ആൾക്കാരും ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ്. ഞങ്ങൾ തമ്മിൽ ബന്ധം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന മുഖങ്ങളൊന്നും നിങ്ങൾ അറിയാത്ത ആളുകളാണ്. നിങ്ങൾ അറിയുന്ന ആളുടെ മുഖങ്ങളൊന്നും കാണുന്നില്ല. അല്ല, കാണുന്നില്ല. അവിടെയും ഇവിടെയും ഓരോരുത്തർ ഉള്ളൂ. ഞങ്ങളെ കൊണ്ട് ചെയ്യുന്ന സഹായം എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾക്കിപ്പോ അവരെ പോലെ ഞങ്ങൾ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ നാട് വേണ്ടേ, സ്ഥലം വേണ്ടേ? ഇതിന്റെ ഇതങ്ങ് കെട്ടടങ്ങി കഴിഞ്ഞാല് എല്ലാവരും പോകും. ഇപ്പൊ എല്ലാവരും ഉണ്ടാവും. പിന്നെ അവരെന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ വരണ്ടേ. ഇവിടെ തന്നെയാണ്. നിങ്ങളൊക്കെ മക്കള്, ഹസ്ബൻഡ്, ഇവരൊക്കെ ഞങ്ങള് ഫാമിലി സുരക്ഷിതരാണ്. രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റത്തെ പൊട്ടിന് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഫസ്റ്റത്തെ പൊട്ടിന് ഇവിടെ എല്ലാവരും ഉണ്ട്. ഈ പുറകിലുള്ള ഈ ടൗണിന്റെ പുറകിലുള്ളവരൊക്കെ ഏകദേശം ഈ നാട്ടിലുള്ള ഞങ്ങൾ തന്നെയാണ് ഫസ്റ്റ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരുപാട് പേരായിൽ നമുക്ക് ഒരു 4-5 പേരെ നമുക്ക് കിട്ടിയില്ല. പിന്നെ ഇപ്പോഴാണ് അറിയണം അവിടെ ഒരു കുട്ടിയും കൂടി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഏകദേശം ഉള്ളവരെ പിന്നെ രണ്ടാമത്തെ പൊട്ടിന്റെ സാധ്യത കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മാറിയത്. അതിൽ കുറച്ച് രക്ഷാപ്രവർത്തനത്തിന് വന്നവർ രണ്ടാമത്തെ പൊട്ടിലങ്ങ് പോയി. ഞങ്ങളൊക്കെ ഓടി കഴിച്ചിലായി പോയതാ. രക്ഷാപ്രവർത്തനത്തിന് ഹസ്ബൻഡും മക്കളൊക്കെ ഇവിടെ പിന്നെ ഈ നാട്ടിൽ എന്തുണ്ടെങ്കിലും ഹസ്ബൻഡും മകനും പിന്നെ പുത്തുമല ദുരന്തം ഉണ്ടായിക്കോട്ടെ, മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിക്കോട്ടെ, നല്ലപോലെ രക്ഷാപ്രവർത്തനം നടക്കണം. മോനും ബാംഗ്ലൂരാണ് ജോലി. അവന് ഇത് പൊട്ടറിഞ്ഞ പാടും അവനും ഇവിടെ വന്ന് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ നടക്കുകയാണ്. എല്ലാത്തിനും നടക്കണം. ഹസ്ബൻഡും പിന്നെ മോനും അതിനാണ്. അപ്പം ഞങ്ങളെ കൊണ്ടാകുന്ന സഹായം ഇതൊക്കെയാണ്. അല്ലാതെ നമുക്ക് പോയിട്ട് ആരെയും ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമുക്ക് ചെയ്യുന്നതെന്ന് അവര് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇനി ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥയാണ് ഇനി ഉള്ളത്. ഇനി എന്ത് എന്നുള്ള ചോദ്യം മാത്രമേ ഇനി ഞങ്ങളെ മുമ്പിലുള്ളൂ. വേറെ ഒന്നും ഇനി ഞങ്ങളെ മുമ്പിൽ ഇല്ല. അറിയണില്ല, ആരും അറിയുന്നില്ല. ഞങ്ങൾ എന്തൊക്കെയോ ഞങ്ങൾക്ക് ഇപ്പൊ കരയാനോ ഒന്നിനുള്ള ഒരു മനസ്സില്ല. 2 പ്രാവശ്യം കാരണം ഞങ്ങൾക്ക് കരയാനുള്ള മനസ്സില്ല. മനസ്സൊക്കെ കട്ടി. കാരണം ഇത് 4ാമത്തെ ഉരുൾപൊട്ടലാണ്. കാരണം 80-ൽ പൊട്ടിയിട്ടുണ്ടെന്ന് പറയുന്നിട്ടുണ്ട്. നമ്മളൊക്കെ ചെറുപ്പമാണ്. അന്ന് അത് അരണപ്പുഴ വഴിയാണ് പോയത്. അന്ന് വലിയ അപകടം ഉണ്ടായില്ല. 2ാമത്തെ പൊട്ട് പുത്തുമല, 3ാമത്തെ മുണ്ടക്കയിൽ ഒരു പൊട്ടിയിട്ട് 2 വീടൊക്കെ അവിടെ പോയിട്ടുണ്ട്. അത് ആളപായമല്ല. ഇത് നമുക്ക് സഹിക്കാവുന്നതും. പിന്നെ നിർബന്ധമായിട്ട് ഒഴിപ്പിക്കുകയായിരുന്നെങ്കിൽ ജനങ്ങൾ ഒഴിയുമായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നോ ഇങ്ങനെ? അല്ല, ഞാൻ എന്റെ ചോദ്യം ഈ ഉരുൾപൊട്ടലിന്റെ തൊട്ട് മുൻപ് ഇവിടെ മഴ കനക്കുന്ന റെഡ് സോൺ ആണ്, നിങ്ങളടുത്ത് ഇവിടെ നിൽക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ബന്ധങ്ങളുടെ പേരിലാണ് എല്ലായിടത്തും വിളിച്ചത്. നമ്മളെ വീട്ടിൽ വന്ന് താമസിക്കുക അല്ലെങ്കിൽ മാറി താമസിക്കുന്നത് ഞങ്ങൾ ബന്ധത്തിന്റെ പേരിലാണ് പറഞ്ഞത്. അല്ലാതെ ഡിപ്പാർട്ട്മെന്റിന്നോ അല്ലാതെ വില്ലേജിന്നോ പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ആരും അത്രയ്ക്ക് ഇതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. വെള്ളരിമല വില്ലേജിൽ നല്ല കനത്ത മഴ തന്നെയായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല ഇവിടുന്ന് മാറണം എന്നൊരു കുട്ടി പറഞ്ഞിട്ടില്ല നമ്മളോട്. ഈ ഭാഗത്തുള്ള എല്ലാ മാലിന്യം നിങ്ങൾ പെറുക്കി മാറ്റുന്നതാണ്? ഞങ്ങൾ മാറ്റുകയാണ്. കാരണം അല്ലാതെ നമുക്ക് കുറെ ആൾക്കാർ ഞങ്ങളെ കൂടെ ഇപ്പോൾ സഹകരിക്കാൻ ആ പോലീസുകാരും അവരെ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു വണ്ടി പോലീസുകാർ പിന്നെ രാവിലെ ഒരു വണ്ടി മാലിന്യം നീക്കി കൊടുത്തു. പിന്നെ ഞങ്ങളെ ഇഷ്ടപ്രകാരം ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത്, നമുക്ക് സ്ത്രീകളല്ലേ, തപ്പിപ്പിടിച്ച് ഓരോരുത്തരുടെ കൈകൾ ഡോക്യുമെന്റ്, അവരെ ആധാർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുറച്ച് പേരതൊക്കെ ഞങ്ങൾ അവിടെ പോയി കിട്ടി. അതൊക്കെ ഞങ്ങൾ കുറച്ച് പേര് ജീവിച്ചു. ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അറിയാത്ത ആൾക്കാരൊന്നുമില്ല. ഇപ്പൊ ജോലിക്ക് വേണ്ടി കുറെ ബംഗാളികൾ വന്നിട്ടുണ്ട് ഇവിടെ എസ്റ്റേറ്റിലൊക്കെ. അവരെ അല്ലാതെ ഈ നാട്ടിൽ എല്ലാവരും ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാരിൻ്റെയാണ് പോയിരിക്കുന്നത്. ഞങ്ങളെ പഠിച്ചു വളർന്ന സ്കൂളാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് സഹിക്കാവുന്നത്. അപ്പുറം അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞങ്ങളെ സുഹൃത്തുക്കള്, ഞങ്ങളെ മക്കള് എല്ലാരും ഉണ്ട് ഇതിനകത്ത്. എന്താണ് ഞങ്ങൾ പറയാന്ന് ഞങ്ങൾക്കൊന്നും അറിയണില്ല. ആൾക്കാരൊക്കെയാണ് പോയിരിക്കുന്നത്. യന്ത്രം പോലെ നടന്നിങ്ങനെ പോവുക മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം എന്താണ് നിങ്ങളടുത്ത് പറയേണ്ടത് എന്നറിയില്ല. കാരണം ഇവർ പറയുന്നത്
ഇവർ പരിചിതമുള്ള ഒരു മുഖം പോലും ഇപ്പോൾ ഈ നാട്ടിലില്ല. കാണുന്ന മുഖങ്ങളെല്ലാം തന്നെ അപരിചിതരാണ്. അവർക്ക് പരിചയമുള്ള എല്ലാ മുഖങ്ങളും ഈ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് പോലും സ്വന്തം എല്ലാവരും നഷ്ടപ്പെട്ടിട്ടും അവർ അവരുടെ പറ്റുന്ന രക്ഷാപ്രവർത്തനം, അവർ ഈ മാലിന്യങ്ങളെല്ലാം പെറുക്കി മാറ്റുന്നു. ഈ നാട് പഴയതുപോലെ ആകാൻ വേണ്ട ശ്രമത്തിൽ ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയാണ് ഈ രണ്ട് അമ്മമാർ. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരിക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദാസ്യ, ഇൻ റിപ്പോർട്ടർ.